ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. The first question is asked in the year March 2009. This is a 2-mark question. The question is, an aluminum ring is placed around the projecting core of a powerful electromagnet as shown in the figure below. When the circuit is closed, the ring jumps up to a surprising height y. അപ്പോൾ നമുക്കൊരു ഡയഗ്രം തന്നിട്ടുണ്ട്. ഡയഗ്രത്തിൽ കാണാൻ കഴിയുന്നത് എന്താണ്? ഒരു പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ട്. അതിൻ്റെ പ്രൊജക്റ്റിംഗ് കോറിനകത്ത് നമ്മളൊരു അലുമിനിയം റിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇവിടെ കീ ക്ലോസ് ചെയ്ത് കഴിയുന്ന സമയത്ത് എന്താ കാണാൻ പറ്റുന്നത്? ഈ റിങ്, അലുമിനിയം റിങ് ജമ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് വളരെ ഹൈറ്റിലേക്ക് ഇത് ജമ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എങ്ങനെ എഴുതാൻ പറ്റും? സോ ഹൗ വി ക്യാൻ ആൻസർ. അതായത് സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് സർക്യൂട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ കീ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കാണാൻ പറ്റുക? ലെൻസസിലോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാൻ പറ്റും. ഇനി എന്താണ് ലെൻസസിലോ പറയുന്നത്? ദ പൊളാരിറ്റി ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ടെൻസ് ടു പ്രൊഡ്യൂസ് എ current which opposes the change in magnetic flux that produced it എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ദാറ്റ് പ്രൊഡ്യൂസ് എ കറണ്ട് ദാറ്റ് വിൽ ഒപ്പോസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാക്കാൻ കാരണമായത് എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? അതായത് കറണ്ട് ഇൻ ദ റിംഗ് സർക്കുലേറ്റ്സ് ടു ഒപ്പോസ് ദ കറണ്ട് ഇൻ ദ വൈൻഡിങ്സ് ഓഫ് ദ കോയിൽ ആയിരിക്കും. അപ്പോൾ അവിടെ വൈൻഡിങ്സ് ഓഫ് ദ കോയിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? കറണ്ട് ഉണ്ടായത് അല്ലേ. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ. ഓക്കെ, അപ്പോൾ ഈ കറണ്ടിനെ നമ്മൾ എഡ്ഡി കറണ്ട് എന്നാണ് പറയുക. സോ ഇവിടെ രണ്ട് ഓപ്പോസിറ്റ്ലി ബിഹേവിങ് ഡൈപോൾസ് തമ്മിൽ എന്ത് ചെയ്യും? അവ തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? റിങ് മുകളിലേക്ക് റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഒരു ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്യാനുള്ള റീസൺ അതാണ്. കാരണം മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ലെൻസസ് ലോ പ്രകാരം, അതായത് അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഒപ്പോസിങ് ദ കറണ്ട് ഇൻ ദ വൈൻഡിങ്സ് ഓഫ് ദ കോയിലാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ്ലി ബിഹേവിങ് ഡൈപോൾസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഉണ്ടാവുന്ന അലുമിനിയം റിങ് ഹൈറ്റിലേക്ക് ഉയരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്ഷനാണ് കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ദ ക്ലോസിങ് ഓഫ് ദ സർക്യൂട്ട് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ റിംഗ് വിച്ച് ഇൻഡ്യൂസസ് എ കറണ്ട് ഇൻ ഇറ്റ്. ക്ലിയർ ആയല്ലോ? അതായത് സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ റിംഗ് ഇൻക്രീസസ് ആൻഡ് വിച്ച് ഇൻഡ്യൂസസ് എ കറണ്ട് ഇൻ ഇറ്റ്. ദെൻ അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, കറണ്ട് ഇൻ ദ റിംഗ് സർക്കുലേറ്റ്സ് ടു ഒപ്പോസ് ദ കറണ്ട് ഇൻ ദ windings of coil. This current is called eddy current. The two oppositely behaving dipoles repel each other, sending the ring upwards. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഇത്രയും പോയിൻറ്റ്സ് എന്തായാലും കൃത്യമായിട്ട് എഴുതാം. The next question is asked in the year March 2010. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Question is, self-inductance of a coil plays the role of inertia in a circuit. അപ്പോൾ അതാണ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ is, the SI unit of self-inductance is dash. SI unit of self-inductance ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ is, current in the circuit falls from 5 ampere to 1 ampere in 0.1 second. If the average EMF of 200 volts is induced, ഫൈൻഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നതിന് എന്തിൻ്റെ റോളാണുള്ളത്? ഇനേർഷ്യയാണ്. അതായത് ഒരു സർക്യൂട്ടിനകത്ത് ഉണ്ടാവുന്ന ഇനേർഷ്യയുടെ റോളാണ് സെൽഫ് ഇൻഡക്റ്റൻസിനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
ദ SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കലാണ്. അതായത് ഇവിടെ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫോളോ ചെയ്യുന്നത്, അതായത് 5 ആംപെയർ ടു 1 ആംപെയർ ആണ് അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത്. ടൈം എത്രയാണ് തന്നിട്ടുള്ളത്, 0.1 സെക്കൻഡ് ആണ്. ഇനി ആവറേജ് EMF എന്ന് പറയുന്നത് എത്രയാണ്, 200 വോൾട്ട് ആണ്. അത്രയും 200 വോൾട്ടാണ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട വോൾട്ടേജ് എന്ന് പറയുന്നത്, EMF എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ടോട്ടൽ 3 മാർക്കാണ് കിട്ടുന്നത് ക്വസ്റ്റ്യന്. ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വരുന്നത്, SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. എന്താണ് SI യൂണിറ്റ്, ഹെൻറി ആണ് അല്ലേ. സോ ഹെൻറി ഈസ് ദ ഫസ്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ന്യൂമറിക്കലാണ് തന്നിട്ടുള്ള ഡാറ്റ നമുക്ക് അതൊന്ന് എഴുതാം. അതായത് ചേഞ്ച് ഇൻ കറണ്ട് DI എന്ന് പറയുന്നത് എത്രയാണ്, 5 - 1 ആണ് അല്ലേ. 5 to 1 ആംപെയർ ആണ് അത് ഫോളോ ചെയ്യുന്നത്, കറണ്ടിൻ്റെ ഫോൾ ഉണ്ടാവുന്നത്. സോ 5 - 1 ആണ്, ദാറ്റ് ഈസ് 4 ആംപെയേഴ്സ്. ദെൻ ടൈം തന്നിട്ടുണ്ട്, അത് എത്രയാണ്, DT 0.1 സെക്കൻഡ്. ദെൻ ആവറേജ് EMF എത്രയാണ് തന്നിട്ടുണ്ട്, 200 ആണ്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിലാണ്. സോ എങ്ങനെ എഴുതാം, E = 200 ആണ്. അപ്പോൾ ഗിവൺ ഡാറ്റ എഴുതി കഴിഞ്ഞു. നമുക്ക് കാണേണ്ടത് L ആണ്. L എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അപ്പോൾ E = L × di/dt ആണല്ലോ. ഓക്കെ, അതിൽ L ഒഴികെ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്നതാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്ക് പകരം എന്ത് എഴുതാം, 200 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു L × diക്ക് പകരം 4 എഴുതാം /dt, ദാറ്റ് ഈസ് 0.1. L കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ വാട്ട് വി വിൽ ഗെറ്റ്, L = 200 × 0.1 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാമല്ലോ. കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടും, ദാറ്റ് ഈസ് 200 × 0.1/4, ദാറ്റ് ഈസ് 5 ഹെൻറി ആണ്. സോ ദാറ്റ് L = 5 ഹെൻറി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഇൻ ദ ഇയർ മാർച്ച് 2011. മാർച്ച് 2011 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് sometimes when we switch off the electrical equipments a spark is seen with the switch. അതായത് ചില സമയത്ത് നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ ഓഫ് ചെയ്യുന്ന സമയത്ത്, സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് കാണും, ഒരു സ്പാർക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റാറുണ്ട് അല്ലേ. ഇടയ്ക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവാറുണ്ട്. ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഇത് എന്തിൻ്റെ ബേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ബേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 ആംപെയർ ടു 0 ആംപെയർ ഇൻ 0.1 സെക്കൻഡ്. അതായത് ഇവിടെ കറണ്ട് എന്ത് ചെയ്യുകയാണ്, 5 ആംപെയറിൽ നിന്ന് 0 ആംപെയറിലേക്കാണ് ഫോളോ ചെയ്യുന്നത്. ഇഫ് ദി ആവറേജ് EMF ഓഫ് 200 വോൾട്ട് ഈസ് ഇൻഡ്യൂസ്ഡ്, ഡിറ്റർമിൻ ദി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അതായത് ഇവിടെ ആവറേജ് EMF എത്രയാണ്, 200 വോൾട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്യാനുള്ളത്. ടോട്ടൽ 4 മാർക്കാണ് കിട്ടുന്നത്. നൗ വി ക്യാൻ ആൻസർ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ? എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി കറണ്ടിന് ഫ്ലോയ്ക്ക് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഈ EMFനെ പറയുന്ന പേരാണ്, അതായത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMF എന്ന് പറയുന്നത്. ഈ ഫിനോമിനനെയാണ് എന്ത് പറയുക, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും, അതായത് കറണ്ട് ഒരു കോയിലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നു. ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാവുന്നു. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ EMFനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് അല്ലെങ്കിൽ ബാക്ക് EMF എന്ന് പറയും. അതുപോലെ തന്നെ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് പറയാം, എ കറണ്ട് through the coil produces a magnetic field in it. When the current flowing through the coil changes, the magnetic flux associated with the coil changes. Okay, this change in flux induces an EMF in the coil. This EMF is called self-induced EMF or back EMF. This phenomena of production of back EMF in the coil is called സെൽഫ് ഇൻഡക്ഷൻ. ഇനി ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസിൽ നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം, ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF
in an isolated coil by varying current through the same coil is called self-induction. അതായത് the phenomenon of production of induced EMF in an isolated coil by varying current through the same coil is called self-induction. അപ്പോൾ ഇത്രയും എഴുതിയാലും മതി. അടുത്തതിൽ എന്ത് ചെയ്യണം? നമുക്കൊരു ന്യൂമറിക്കലാണ് തന്നിട്ടുള്ളത്, ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഇവിടെ ചേഞ്ച് ഇൻ കറണ്ട് എത്രയാണ്? ഡി ഐ എന്ന് പറയുന്നത് 5 - 0 ആണ്, സോ 5 ആംപെയർ ആണ്. ദെൻ ടൈം എത്രയാണ്? 0.1 സെക്കൻഡ്, ദാറ്റ് ഈസ് ഡി ടി ഈസ് ഈക്വൽ ടു 0.1 സെക്കൻഡ് ആണ്. ദെൻ നേരത്തെ യൂസ് ചെയ്ത സെയിം ഇക്വേഷനാണ് അല്ലേ, ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അതിൽ നമുക്ക് എൽ ഒഴികെ ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം തന്നിട്ടുണ്ട്, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? 200 ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു 5/0.1 ആണ്. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൽ ഇസ് ഈക്വൽ ടു 200 ഇൻറ്റു 0.1/5 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഹെൻറി. അപ്പോൾ അത്രയുമാണ്. അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ഹെൻറി ആണ്. ക്ലിയർ? അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.